ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആധ്യാത്മികമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ അശോക് കുമാർ തിടന്നാൾ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ, വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ, വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ വായിക്കുന്നു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് നമ്മെ രക്ഷിക്കുവാൻ കടന്നു വരികയും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ ശിക്ഷയ്ക്ക് മാറ്റം വരുത്തേണ്ടതിന് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി കാൽവരി ക്രൂശിൽ മരിച്ച് അരിമഥ്യയിലെ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടു. തിരുവെഴുത്തുകളിലൂടെ പ്രവാചകന്മാർ അരുളി ചെയ്തതുപോലെയും കർത്താവ് തൻ്റെ വാക്കുകൾ ശിഷ്യഗണത്തിൻ്റെ മുമ്പാകെ പറഞ്ഞിരിക്കുന്നത് പോലെയും നമ്മുടെ കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. കർത്താവിൻ്റെ പ്രത്യക്ഷതകളുടെ വിവരങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ശിഷ്യഗണത്തിൻ്റെ മുമ്പാകെ പ്രത്യക്ഷനാകുന്ന ഒരു സംഭവമാണ് നാം ഇപ്പോൾ വായിച്ചത്. അവിടെ ശിഷ്യന്മാർ ഭയത്തോടുകൂടെ മുറിക്കകത്ത് ഇരിക്കുന്ന സമയത്ത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ നടുവിലേക്ക് വരികയാണ്. കഴിഞ്ഞ 3.5 വർഷങ്ങൾ ശിഷ്യന്മാർ കൂടെ നടന്നിട്ടുണ്ട്. അവർ കർത്താവിനെ തൊട്ടിട്ടുണ്ട്, കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, കർത്താവുമായി ഇടപഴകിയിട്ടുണ്ട്. എന്നാൽ ആ 3.5 വർഷങ്ങളിൽ അനുഭവിക്കാത്ത ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് അവർ ഇവിടെ വരികയാണ്. മരണത്തിന് മുമ്പ് അവർ കണ്ടതും തൊട്ടതും അവർ തിരിച്ചറിഞ്ഞതുമായ കർത്താവിൻ്റെ രീതിയല്ല ഇപ്പോൾ. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമാണ്. അങ്ങനെ ഭയന്ന് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുന്നു. ആ പ്രത്യക്ഷപ്പെടുന്ന ശരീരത്തിൻ്റെ പ്രത്യേകത ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യക്ഷനാകുവാനും അപ്രത്യക്ഷനാകുവാനും കഴിയുന്ന ശരീരമായിരുന്നു കർത്താവിൻ്റേത്. ആ ശരീരത്തിന് തടസ്സങ്ങൾ ബാധകമല്ല എന്നും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ്
അവരുടെ അടുക്കലേക്ക് വന്നു, അവരുടെ അടുക്കൽ നിന്നു, അവരോട് സംസാരിച്ചു. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രത്യേകതകൾ അവരെ കാണിക്കുന്നു. വന്നു, നിന്നു, സംസാരിച്ചു, അവരെ കാണിച്ചു. ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അവർ വളരെ സന്തോഷിച്ചു. അവരുടെ ഭയം മാറി, അവരുടെ ചിന്താഗതികൾ മാറി, അവരുടെ നിരാശ മാറി. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടതിൻ്റെ എല്ലാ സന്തോഷവും അവരുടെ ഹൃദയത്തിൽ, അനുഭവത്തിൽ ഉണ്ടായി. അവരുടെ ജീവകാലത്തെ ആദ്യ സംഭവമായി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലൂടെ ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഈ വിധത്തിൽ മരിച്ച് അടക്കപ്പെട്ട് അതിനുശേഷം ഉയർത്തെഴുന്നേറ്റ വ്യക്തിത്വം തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ അവരുടെ അടുക്കലേക്ക് വന്നു. അവർ അത് കണ്ടു. അവരോട് കർത്താവ് സംസാരിച്ചു. അവരുടെ ഹൃദയവും ജീവിതവും എല്ലാം മാറുകയാണ്. അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് ഈ സമയം. അവർക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച, അവർക്ക് വേണ്ടി അടക്കം ചെയ്യപ്പെട്ട, അവർക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് തേജസ്സോടെ നിൽക്കുന്ന, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നിൽക്കുന്ന മനോഹരമായ നിമിഷം. അവരുടെ ഹൃദയത്തിലെ സന്തോഷം അത് അളന്ന് തിട്ടപ്പെടുത്തുവാനോ പറഞ്ഞറിയിക്കുവാനോ കഴിയാത്ത അനുഭവമാണ്. പ്രിയമുള്ളവരെ, അതേ കർത്താവ് നമ്മുടെയും രക്ഷിതാവും കർത്താവുമായി നമ്മോടുകൂടെ വസിക്കുന്നു എന്നുള്ളത് ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ നമുക്ക് ഏറെ സന്തോഷം പകരുന്നതാണ്. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് എപ്പോഴും നമ്മുടെ അടുക്കൽ ഉണ്ട്. തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് പോലെ മത്തായിയുടെ സുവിശേഷം 18:20 നാം വായിക്കുന്നു, കർത്താവിൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ട്. എന്നാൽ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ തൻ്റെ ജനത്തോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, പ്രവാചകൻ്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്ന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മോടുകൂടെ വസിക്കുകയും നമ്മളുടെ ഇടയിൽ നടക്കുകയും ചെയ്യുന്നു, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ. പ്രിയമുള്ളവരെ, അതെന്ത് സന്തോഷം നമുക്ക് തരുന്നതാണ്. ഒരിക്കൽ ആ ശരീരം തകർക്കപ്പെട്ടതാ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി. ഒരിക്കൽ ആ ശരീരം അരിമത്യയിലെ യോസേഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടതാ. എന്നാൽ ആ കല്ലറയിൽ നിന്ന് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മെ ശുദ്ധീകരിച്ച് മരണഭയം നീക്കി നിത്യനരകത്തിൽ നിന്നുള്ള മോചനം തന്ന് നമ്മുടെ കർത്താവ് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നാം ഒരുമിച്ച് ആരാധനയ്ക്കായി കൂടുമ്പോൾ, നാം വ്യക്തിപരമായി ജീവിക്കുമ്പോൾ ഒക്കെ ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ സമാധാനം തന്ന് അനുഗ്രഹിക്കുന്ന, ഓരോ ദിനങ്ങളിലും സഹായിക്കുന്ന ഈ ഏറ്റവും ഉയർന്ന മഹത്വമുള്ള ഈ കർത്താവിനെ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നാം രുചിച്ചറിയുകയാണ്. ഇവിടെ ശിഷ്യന്മാർ ഏറ്റവും സന്തോഷിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. മരിച്ചു മൺമറഞ്ഞ വ്യക്തിവിശേഷമല്ല, മറിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നമ്മെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി ഞാനിന്നും ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തി ഓരോ ദിനങ്ങളിലും നമ്മെ നടത്തുന്ന പാപ വിമോചകനായ, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ജീവിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ജീവനുള്ള ഈ കർത്താവിനെ നമുക്ക് ഇന്ന് ആരാധിക്കാം. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മുമ്പാകെ എല്ലാ നന്ദിയോടും കൂടെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ജീവനുള്ളവനെ ആരാധിക്കുവാൻ, ജീവൻ തന്നവനെ ആരാധിക്കുവാൻ,
മഹത്വപ്പെടുത്തുവാൻ ലഭ്യമായിരിക്കുന്ന ഈ അവസരം കർത്തൃമഹത്വത്തിനായി നമുക്ക് ഉപയോഗിക്കാം. കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.